ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് ഒരു ഈവനിങ് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ പേരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു ലോങ് വീഡിയോസ് വേണം എന്നൊക്കെ. അപ്പോൾ ലോങ് വീഡിയോസ് ഇടാൻ ഇപ്പോൾ വെക്കേഷന് നമുക്ക് ഇങ്ങനെ തന്നെയല്ലേ. പിന്നെ വിചാരിക്കുന്നുണ്ട് പല വീഡിയോസ് ഉണ്ടെന്ന്, പക്ഷേ അതിന് സമയമായിട്ടില്ല. പറഞ്ഞ ദിവസങ്ങൾ ഞാൻ ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന വീഡിയോസ് ആണെങ്കിലും ഇപ്പോൾ അല്ല പോകണം, കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഡെയിലി വ്ളോഗ്സ് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ലൈഫിൽ നടക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് എന്താ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 1-2 വട്ടമൊക്കെ ബിരിയാണി ഉണ്ടാക്കി ഇന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസമായി, അപ്പോൾ ഞാൻ ഇന്ന് ബിരിയാണി വയ്ക്കാൻ അമ്മയ്ക്ക് ഇന്നത്തെ ദിവസം റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് വെച്ച് രാത്രി അത് തന്നെ ആയിരിക്കും, ബിരിയാണി തന്നെ ആയിരിക്കും. അപ്പോൾ വീഡിയോ ബാക്കിയെല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഏറ്റവും ഫൈനലായിട്ടാണ് നമ്മൾ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുക. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഞാൻ പിന്നെ കണ്ടത് എന്താ വെച്ചാൽ എൻ്റെ വീഡിയോൻ്റെ ലെങ്ത് വീണ്ടും കുറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കുറേയൊന്നും ഞാൻ ചെയ്തില്ല, ഞാൻ ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഉച്ച മുതലാണ് ശരിക്കും പറഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങണത് തന്നെ. അപ്പോൾ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ മാക്സിമം ട്രൈ ചെയ്യാം അങ്ങനെ രാവിലെ ഇന്ന് അത്യാവശ്യം നേരത്തെ എണീച്ചിട്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീക്കുന്നത് ഒരു നല്ല ലേറ്റ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറേയൊന്നും ഇല്ലാത്തത് വീഡിയോ ഇടാൻ. പിന്നെ എണീറ്റാലും എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നല്ല, എനിക്ക് വെക്കേഷനിൽ കുറച്ച് വർക്കൊക്കെ തന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് തുടങ്ങിയിട്ടില്ല, ബാക്കി എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, 6-ാം തീയതി ആയിട്ടാണ് തോന്നുന്നു. 6-ാം തീയതിയാണ് തോന്നുന്നു കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ പോയി ദിവസങ്ങൾ പോകുന്നത് പോലും എനിക്ക് അറിയണില്ല. സോറി, 6-ാം തീയതി അല്ല കേട്ടോ, 5-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് വേണ്ട സാധനങ്ങൾ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ കപ്പ് കേക്ക്സ് കണ്ടത്. അപ്പോൾ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ പുറത്ത് വെച്ച ഉറുമ്പുകൾ വരും. അപ്പോൾ ഉറുമ്പ് വന്നതിന് ശേഷമാണ് ഞാൻ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചത്. എന്നിട്ട് അത് ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ 2 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം അമ്മയ്ക്ക് കൊടുക്കാൻ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അമ്മ വേണ്ട പറഞ്ഞു. അപ്പോൾ എന്തായാലും 2 എടുത്തു, നമ്മൾ തിരിച്ച് വയ്ക്കാൻ പാടില്ല. അതും പ്രത്യേകിച്ച് കഴിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് അതെൻ്റെ പോളിസിയാണ്. അപ്പോൾ ഞാൻ തന്നെ അത് തിന്നു. എന്നിട്ട് ഞാൻ ബിരിയാണിക്ക് വേണ്ട വെജീസൊക്കെ കട്ട് ചെയ്തു. ഏറ്റവും അവസാനമാണ് ഞാൻ ഉള്ളി അരിഞ്ഞത്. എന്താ വെച്ചാൽ ഉള്ളി എപ്പോഴും എല്ലാവരും ഇമോഷണൽ ആക്കുമല്ലോ. അപ്പോൾ എന്നെയും അതിങ്ങനെ ആക്കി. എന്നിട്ട് മുഖമൊക്കെ കഴുകി നല്ലോണം എരിഞ്ഞു കണ്ണ്. അങ്ങനെ ബിരിയാണി റെഡിയാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് കഴിച്ചു. എന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് സാധാരണ ഉറങ്ങുകയാണ് പതിവ്. അങ്ങനെ ഉറങ്ങി. ഉച്ചയ്ക്ക് നല്ല വെയിൽ, ഉച്ച എന്നല്ല, ഞാൻ 2-3 മണിക്കൊക്കെ കിടന്നത്. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ട് വൈകുന്നേരം ആയില്ലോ അല്ലേ, കുറച്ചൊരു 5:30 ആയപ്പോഴാണ് ഞാൻ എണീച്ചത്. അപ്പോൾ അപ്പോഴേക്കും നല്ല എന്താ പറയുക, മൂടിക്കെട്ടിലുണ്ടായിരുന്നു, ഇടിവെട്ടലും ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഈവനിങ് വ്ളോഗിൽ തന്നെ പറഞ്ഞല്ലേ, സ്കൂൾ പൂട്ടി പിറ്റേ ദിവസം മുതൽ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ 3 ദിവസങ്ങളിലൊക്കെ എപ്പോഴും പുറത്ത് പോക്കായിരുന്നു. പുറത്ത് പോകുക പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ടോ. എന്നാലും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ബോറടിക്കുക. അന്ന് തന്നെ ഞാനിങ്ങനെ സിനിമയൊക്കെ കണ്ടു തീർത്തു. അപ്പോൾ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ക്ലാസ്മേറ്റ്സും ഇങ്ങനെ അവരുടെ വെക്കേഷൻ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമേ തുടങ്ങാത്തതുണ്ടായിരുന്നുള്ളൂ, ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ എന്നാൽ വിചാരിച്ച് ചെയ്യാമെന്ന്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ എഴുതണം. എനിക്ക് പെട്ടെന്ന് വിറയൽ അങ്ങനെയൊക്കെ വരിക. പറഞ്ഞാൽ എഴുതുമ്പം എന്തോ പേടി പോലെ, അതും വെട്ടാനൊന്നും വളരെ വൃത്തിയായിട്ട് എഴുതണം. അപ്പോൾ അങ്ങനെ വിറച്ചിട്ടൊക്കെ എഴുതണം. പിന്നെ ചെറുതാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ. അപ്പോൾ അതുപോലെ എഴുതണ്ടേ. അപ്പോൾ എൻ്റെ കൈയൊക്കെ വിറക്കുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ കുറേ നേരം വീഡിയോ ഓൺ ചെയ്തിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, എന്താ ചെയ്യുക, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് എഴുതുമ്പോഴൊക്കെ ഭയങ്കര പേടി. എന്നിട്ട് അവസാനം ഞാൻ എഴുതാൻ തുടങ്ങിയതിന് ശേഷം മുതലാണ് ഞാൻ വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് തോന്നുന്നുണ്ടാകും ഞാൻ കുറേ എഴുതിയെന്ന് പറഞ്ഞാൽ, ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട്, എനിക്ക് സ്പീഡ് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല എഴുതാനൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ ഉള്ള പോലെ തോന്നി. ഞാൻ ആകെ കുറച്ച് എഴുതിയിട്ടില്ല, ഞാൻ കുറച്ചായിട്ട് എഴുതാൻ വെച്ചിട്ടാണ്. പിന്നെ എനിക്ക് എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്താ മതി ഇന്നായി. റെക്കോർഡൊക്കെ എഴുതിയതിന് ശേഷം ഞാൻ വീണ്ടും താഴെ ചെന്ന് അമ്മടുത്ത് കുറച്ച് സംസാരിച്ചു. എന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ, വേഗം തന്നെ. അപ്പോൾ അമ്മടുത്ത് ഇതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫാൻ്റെ സൗണ്ട് കാരണമാണ് ഞാൻ ഓഡിയോ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് കുറച്ച് നേരം വീണ്ടും അമ്മടുത്ത് സംസാരിച്ചതിന് ശേഷം ഞാൻ ലേറ്റ് ആയിട്ടോ. എന്നിട്ട് ലേറ്റ് ആയിട്ട് ഞാനൊന്ന് മെയിൽ കഴുകാൻ പോയി. പറഞ്ഞാൽ എനിക്ക് കിടക്കണതിന് മുന്നേ മെയിൽ കഴുകുന്നത് ഇഷ്ടം. അപ്പോൾ അങ്ങനെ മെയിലൊക്കെ കഴുകിയതിന് ശേഷം ഞാനിങ്ങനെ നെയിൽ പോളിഷ് ഇടാൻ വിചാരിച്ചു. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, ഞാൻ ഓൾറെഡി ഇട്ടിരിക്കുന്നത് അത് തന്നെയാണ്. പക്ഷെ അത്ര അറിയുന്നില്ല തോന്നുന്നു. പിന്നെ ഞാൻ എൻ്റെ ടിപ്സിലുള്ളതെല്ലാം ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, മാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഇടാൻ വിചാരിച്ചു. അപ്പോൾ ഈ നെയിൽ പെയിൻറ്റ് ഞാൻ സൂഡിയോ എന്നാണ് വാങ്ങിയത്. ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഡേ ഇൻ മൈ ലൈഫ് സൂഡിയോ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ പിങ്കി ഫിംഗറിൽ ഞാനിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേ നെയിൽ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യത്തെ 3 വിരലിട്ടപ്പോഴേക്കും അത് എന്തൊക്കെയോ പോലെയായി. പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ തൊട്ടിട്ട് പരന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എന്നാൽ മോശമായി, അപ്പോൾ റിമൂവ് ചെയ്ത് നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ റിമൂവറിൻ്റെ ക്യാപ്പ് എനിക്ക് അടയ്ക്കാൻ പറ്റുന്നുണ്ടായില്ല, എത്ര നോക്കിയിട്ടും കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ എനിക്ക് ആ കൂടി ഭ്രാന്തെടുത്തിട്ട് ഇരിക്കുകയാണ്. എനിക്കൊരു പെർഫെക്ഷൻ കിട്ടുന്നതിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോന്ന് തെറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും മാച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ. എന്നിട്ട് ഞാൻ ആദ്യത്തെ 3 വിരലത്തെ മായ്ച്ചു. എന്നിട്ട് ബാക്കി 3 വിരലിലും 3 ഇല്ലല്ലോ അല്ലേ, 2 വിരലല്ലേ, സോറി, ബാക്കി 2 വിരലത്തെ ഞാൻ മായ്ച്ചു. എന്നിട്ട് ഞാൻ ആദ്യം മുതൽ വീണ്ടും എല്ലാ നെയിൽസിലും അപ്ലൈ ചെയ്യാൻ തുടങ്ങി.
ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇടയിൽ ഇങ്ങനെ എനിക്ക് പുറത്ത് പോകുന്നതൊന്നും ഇഷ്ടമല്ല. എനിക്ക് കറക്റ്റ് നെയിൽസിൽ ചിലരുടെയൊക്കെ കണ്ടിട്ടില്ലേ വൃത്തിയായിട്ട് അവർ ചെയ്യും. അപ്പോൾ എനിക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. പുറത്ത് പോയി എനിക്ക് ദേഷ്യം വരും ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പെർഫെക്ഷൻ വേണം. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും, ഭ്രാന്തൊക്കെ വരും. എന്നിട്ട് ഞാൻ ഇതൊക്കെ അവിടെ ഇട്ടിട്ട് പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പുറത്ത് പോകലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ വീണ്ടും തുടച്ചിട്ട് അവസാനം ഇങ്ങനത്തെ വിധത്തിലാക്കി. അപ്പോൾ എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഷെയ്ഡ് ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് ഇത് എവിടെയും കിട്ടിയില്ല. എന്നിട്ട് സ്റ്റുഡിയോ പോയപ്പോൾ കിട്ടുമ്പോൾ ഞാൻ അപ്പം തന്നെ ഇത് ഗ്രാബ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയില്ല ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. മറ്റേത് കുറച്ചുകൂടി ലൈറ്റാണ്, എൻ്റെ ഈ വിരൽ കുറച്ചുകൂടി ഡാർക്കാണ്. വല്ലാതെ ഡിഫറൻസ് ഒന്നും അറിയില്ല, പക്ഷെ എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങൾ കണ്ടൻസൊക്കെ സജസ്റ്റ് ചെയ്യുക, എനിക്കൊന്നും ഐഡിയ വരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.